നാട്ടുകാരുടെയൊക്കെ ഒരു കാര്യം, അവർക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാ ആരോട്ട് വിശ്വസിക്കുന്നുമില്ല. അമ്മേ, അമ്മ ഉറങ്ങിയോ? ഇല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ? ബാലാമണിക്കേ എവിടുന്നാ ഈ 15 കോടി രൂപ കിട്ടിയെന്നാ എല്ലാവർക്കും അറിയണ്ടേ? അല്ല, ഒന്നാലോചിച്ചാ അവര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. 15 കോടി എന്നൊക്കെ പറഞ്ഞാ അത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? ബാലാമണിക്ക് ഈ പണം ആരാ കൊടുത്തേ? ഞാൻ ചോദിച്ചാ അവള് സത്യം പറയില്ല. പക്ഷെ അമ്മ ചോദിച്ചാ പറയും. അമ്മയ്ക്ക് അവളോടൊന്നും ചോദിച്ചു നോക്കരുതോ? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാട്ടുകാരുടെയൊക്കെ വായ അടപ്പിക്കാം. അഴകത്തേക്ക് ബാലാമണി കൊണ്ടുവന്ന 15 കോടിയുടെ കഥ അറിയണമെന്ന് നിർബന്ധമുള്ള ഏത് നാട്ടുകാരാ ഇവിടെ ഉള്ളത്? നീ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അവരോട് പറയാനുള്ളത് ഞാൻ തന്നെ പറഞ്ഞോളാം. അല്ല അമ്മേ, അത് പിന്നെ ഞാൻ ആദ്യം അഴകത്തെ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന് കിട്ടട്ടെ. അതാരാണെന്ന് അറിഞ്ഞതിന് ശേഷം ബാലാമണി കൊണ്ടുവന്ന കാശിന്റെ വഴിയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എന്താ, അതുപോരെ? മതി, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. എന്നാ ശരിയേ. എനിക്ക് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുട്ടിയൊന്ന് കാണാന്ന് കരുതി. മാത്രമല്ല, ഇന്നലെ പറഞ്ഞ എന്റെ ബാക്കി വിശേഷം കൂടെ കേൾക്കാലോ. ഓ, അത് കേൾക്കാൻ വന്നതാ? അതെന്ന് വെച്ചോ. എന്താ പിന്നെ പഠിക്കാഞ്ഞേ? കുട്ടിയെ പഠിപ്പിക്കണമെന്ന് വീട്ടിലാർക്കും ആഗ്രഹമില്ലായിരുന്നോ? അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. അമ്മ പാവം, വീട് നോക്കോ അതോ എന്നെ പഠിപ്പിക്കോ? അല്ല, അച്ഛൻ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നോ? അച്ഛൻ വീട് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് വരേണ്ടി വരുമായിരുന്നോ? ദേവുന്റെ അമ്മ എന്താ ചെയ്യുന്നേ? ചെറിയൊരു ജോലിയുണ്ട്. ഇവിടെയല്ല, കുറച്ചു ദൂരെയാ. ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ. അപ്പോ വീട്ടില് ദേവു അച്ഛനും മാത്രമേ ഉള്ളൂ? അച്ഛന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്റെ ശമ്പളം കിട്ടുന്ന ദിവസം നോക്കി വീട്ടിൽ വരുന്നൊരു വിചിത്ര അവതാരം. അപ്പോ താൻ വീട്ടിൽ തനിച്ചാണോ? അയലത്തെ ഒരു വല്യമ്മ വരും. എന്റെ കാര്യമൊക്കെ അമ്മ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയെ. വല്യമ്മ ആളൊരു പാവ, പക്ഷെ ഭയങ്കര ഭരണ. അയ്യോ, ഓരോന്ന് പറഞ്ഞൊന്നും സമയം പോയത് അറിഞ്ഞില്ല. ബസ് അതിന്റെ പാട്ടിന് പോയി കാണും. സാരമില്ല, ഞാൻ കൊണ്ടുവന്നാക്കാം. അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ എങ്ങനെ പോവാനാ? ആ റൂട്ടിലാകെ 1-2 ബസ്. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. അത് മോശമല്ലേ? ഞാനല്ലേ കുട്ടിയുടെ സമയം കളഞ്ഞേ. കൊഴപ്പില്ലെന്നേ. കുഴപ്പമുണ്ടെന്നേ. കുട്ടി ഒരു ഓട്ടോക്ക് പോക്കോ. അയ്യോ, അതൊന്നും വേണ്ട. അതിന് 100-100 രൂപയാവും. അതൊന്നും സാരമില്ല. ഇനി പോക്കോ. ഇത് വെച്ചോ. അയ്യോ, എനിക്ക് കാശൊന്നും വേണ്ട. കടവായിട്ടാണ്. ശമ്പളം കിട്ടുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. ഓട്ടം പോകുന്നുണ്ടോ ഇല്ലയോ? ഓട്ടം പോകുന്നുണ്ട്. ഇത് വാങ്ങിക്ക. വേണ്ട. ഇപ്പൊ തന്നെ സന്ധ്യ വാറായി. ഇനി ലേറ്റ് ആയ ഓട്ടോ ചാർജ് കൂടും. എന്നാ എനിക്കൊരു 200 രൂപ മതി. അതാവുമ്പോ എങ്ങനെയെങ്കിലും തിരിച്ചു തരാലോ. ഓക്കെ, ഈ പൈസ ഉറപ്പായി എന്റെ തിരിച്ചു മേടിക്കുമല്ലോ. വാങ്ങിച്ചോളാം, കേറ്. രുക്മിണി, അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒരു കരിഞ്ഞ മണം വരുന്നു. രുക്മിണി, രുക്മിണി, അടുപ്പത്ത് കറി തിളയ്ക്കാൻ വെച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടാ പോയത്?
ആഹാ, നീ ഇവിടെ വന്ന് കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ദേ അടുപ്പത്തിരിക്കുന്ന കറി ഇപ്പൊ കരിയും. എന്താടി, എന്താ നീ ആലോചിക്കുന്നത്? ഇന്ന് നമ്മൾ ആശുപത്രി വെച്ച് കണ്ട പെങ്കൊച്ചിനെ തന്നെയാണോ നിങ്ങൾ അമ്പലത്തിൽ വെച്ചും കണ്ടത്? പിന്നെ എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രണ്ടും ഒരാൾ തന്നെയാ. എന്താ, നിനക്കാ പെങ്കൊച്ചിനെ അറിയോ? എൻ്റെ രുക്മിണി, ആ പെങ്കൊച്ചിനെ നിനക്ക് പരിചയമുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ പെണ്ണിനെ ഇപ്പൊ രണ്ടാമത്തെ വട്ടമല്ലേ കാണുന്നേ? അതെ, എന്താ? നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുമായിട്ട് ആ പെണ്ണിന് എന്തോ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? അത് നമ്മൾ കണ്ടെത്തണം. ഇനി അതാ നിങ്ങളുടെ ജോലി. അവൾ ആരാ, ഏത് വീട്ടിലെയാ, അവളുടെ ചുറ്റുപാടൊക്കെ എന്താ, കല്യാണം കഴിഞ്ഞതാണോ തുടങ്ങി സർവ്വ വിവരങ്ങളും നിങ്ങൾ അന്വേഷിച്ചിട്ട് വരണം. ദേ മനുഷ്യ, കാര്യമുണ്ട്, അതുകൊണ്ടാ ഈ പറയുന്നേ. ഓ, അമ്മയ്ക്ക് അപ്പൊ ബാലാമണിയെ ഒരു സംശയമില്ലേ? പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അമ്മ ബാലാമണിയെ ചോദ്യം ചെയ്യില്ല. അപ്പോ ആ വഴിയും അടഞ്ഞു. ഇനി എന്ത് ചെയ്യാനൊക്കും? ബാലാമണിയെ കൊണ്ട് സത്യം പറയിക്കണമെങ്കിൽ ഇനി ഒരു അറ്റകൈ പ്രയോഗം തന്നെ നടത്തണം. എന്നുവെച്ചാ എന്താ ഏട്ടത്തി ഉദ്ദേശിക്കുന്നേ? 15 കോടി കൊടുത്ത് ബാലാമണിയെ അഴകത്തേക്ക് അയച്ചത് ആരാണെന്ന് ബാലാമണി തന്നെ പറയും. എങ്ങനെ? അതൊരു സസ്പെൻസായി ഇരുന്നോട്ടെ, അതാണ് അതിന്റെ സുഖം. എന്നാലും എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആ സസ്പെൻസ് എന്താണെന്നറിയാൻ നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്. സങ്കടങ്ങളൊക്കെ അമ്മ ഇറക്കി വെക്കുന്നത് ഇവിടെയാണല്ലേ? മനസ്സ് വല്ലാതെ നോവുമ്പോ കുറച്ചു നേരം ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ എവിടുന്നോ ഒരു ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ കൈവരും. അതുകൊണ്ടാ ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാതെ ഇത്ര നാളും പിടിച്ചു നിന്നത്. ഞാനീ പറഞ്ഞു തന്നത് അഴകത്തമ്മയുടെ വിജയരഹസ്യ. മറ്റാരോടും പറയണ്ട നീ. അപ്പോ അമ്മ ഇതുപോലെ എല്ലാ രഹസ്യങ്ങളും എന്നോട് പറയൂ? എനിക്ക് എനിക്ക് എനിക്കെന്ത് രഹസ്യം ഉള്ളത്? ഒന്നുമില്ലേ? ഇല്ല. എന്നിട്ട് പിന്നെന്താ നാളെ അമ്മയുടെ പിറന്നാളാണെന്ന കാര്യം എന്നോട് പറയാതിരുന്നത്? അതെങ്ങനെയാ നീ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഗതി സത്യാണോ? വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, പറയുകയും വേണ്ട. പക്ഷേ ഈ പിറന്നാള് നമുക്ക് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കണം. ഏയ് വേണ്ട, ഒരാഘോഷങ്ങളും വേണ്ട. രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതു വരാം, അത്രയും മതി. ആ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മയുടെ ഈ പിറന്നാള് നമുക്ക് ആഘോഷിച്ചേ പറ്റൂ. അതിനൊരു കാരണമുണ്ട്. അമ്മയോടൊപ്പം അമ്മയുടെ 3 മക്കളും സന്തോഷമായിട്ട് ഈ പിറന്നാളുണ്ണും. പിന്നീട് ചിലപ്പോ അവരിൽ ഒരാൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ? നീ എല്ലാം അറിഞ്ഞു അല്ലേ? ആരാ നിന്നോടിത് പറഞ്ഞത്? അരവിന്ദനാണോ? സാറാ. അറിയാതെ പോലും
ഞാൻ നിൽക്കുമ്പോ എന്റെ മക്കളുടെ മുന്നിൽ വച്ച് നീ ഇത് പറയരുത്. അവർക്ക് 3 പേർക്കും ഈ ഒരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിലും അതിന്റെ നീറ്റിലുണ്ട്. ഞാനത് പുറമെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം അമ്മേ. അമ്മയുടെ മനസ്സ് ഇപ്പൊ മുഴുവനായിട്ട് ഈ ബാലാമണിക്കറിയാം. എന്റെ 3 ആൺമക്കളെയും സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു വേർതിരിവും ഞാൻ കാണിച്ചിട്ടില്ല. അവരിൽ ഒരാളെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയുകയുമില്ല. പക്ഷെ ലീലാമ്മ, അവരും എന്നെ പോലൊരമ്മയല്ലേ? അവരുടെ വേദന ഞാൻ മനസ്സിലാക്കണ്ടേ? 2 മാസം കൂടി കഴിഞ്ഞാൽ അവർ ജയിലിൽ നിന്നിറങ്ങും. പിന്നെ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്, അവളുടെ മകനെ കൊണ്ടുപോകാൻ. ആ മകൻ ആരാണെന്ന് അന്ന് എനിക്ക് അവരോട് പറഞ്ഞേ പറ്റൂ. ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചോ? ഞാനിത് പറയാൻ പാടില്ലായിരുന്നു അല്ലേ? തെറ്റായി പോയോ അമ്മേ? ഇല്ല മോളെ, ഇതിലൊരു ശരിയുണ്ട്. എന്റെ മക്കളിൽ ഒരാളെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് സത്യ. അപ്പോ അവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഞാൻ ഈ പിറന്നാൾ ആഘോഷിക്കണം. നിന്റെ തീരുമാനം തന്നെ മോളെ ശരി. നീ എന്നോട് പറഞ്ഞു നീ അമ്മയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. അല്ല സർ, എന്തിനാ നമ്മൾ ഈ കടയിലേക്ക്? ബാലാമണി, എനിക്ക് പരിചയമുള്ളൊരു കുട്ടി കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവളെ ബാലാമണിക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. പക്ഷേ ആ കുട്ടീന്ന് ഇവിടെ കാണാനില്ല. എന്താ? അല്ല, ആ കുട്ടീന്ന് വന്നിട്ടില്ലേ? ഇല്ല, ഇന്ന് വന്നില്ല. സഹദേവേട്ടനാ? ആ മഞ്ഞ രസമുണ്ടല്ലോടാ. അതെ, അതെടുത്ത് അതെ അതെ. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അന്ന് അമ്പലത്തിൽ വെച്ച് ഇവരെ കണ്ടതിന് ശേഷം പിന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ മോനെ ഒന്ന് എടുത്തോട്ടെ? പിന്നെന്താ? ചക്കടെ ഓർമ്മയുണ്ടോ? ഞാൻ മോനൊരു ഉടുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ മോനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തോട്ടെ? അയ്യോ, അത് വേണോ? പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹം. ആയിക്കോട്ടെ. ആ റെഡ് ഒന്ന് എടുക്കൂ. ഇതാണോ? ആ, അതന്നെ. ഇതൊന്ന് മോന് വെച്ച് നോക്കി. ചക്കരെ ദേ. ആ, നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ഇഷ്ടായോ അത്? കടിക്കല്ലടാ. ഇതെടുക്കാം. അന്ന് അമ്മയെ കണ്ടിട്ട് ഇവിടുന്ന് പോയില്ലേ, അപ്പൊ പറ്റിയതാ. കാർ ഓടിച്ചിരുന്ന ആ സാറ് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു തരുകയും ചെയ്തു. തിരിച്ചു കടയിൽ വന്നപ്പോ താമസിച്ചു പോയിന്ന് പറഞ്ഞ് കൈമളേട്ടൻ വലിയ ബഹളായിരുന്നു. അവസാനം ആ സാറൊന്ന് വിരട്ടിയപ്പോ കൈമളേട്ടന്റെ പത്തി താണു. ഇപ്പൊ എന്നെ വഴക്ക് പറയാറേ ഇല്ല. എന്തായാലും അത് നന്നായി. ആ തുണിക്കടയിൽ നിൽക്കുമ്പോഴെങ്കിലും നിനക്കത്തിരി മനസ്സമാധാനം കിട്ടുമല്ലോ.
ആ സാറ് അന്ന് വൈകിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. കൈമളേട്ടൻ എന്നെ വഴക്കു പറഞ്ഞു എന്നറിയാൻ വന്നതാ. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കാണും. ഒരു ദിവസം സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ അങ്ങോട്ടുള്ള ബസ് പോവുകയും ചെയ്തു. പിന്നെ സാറ് തന്നെ 200 രൂപയും തന്ന് എന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടു. ആ പൈസ ഇതുവരെ ഞാൻ കൊടുത്തിട്ടുമില്ല. ഇനി കാണുമ്പോ കൊടുക്കണം. എന്താ അയാളുടെ പേര്? പേര് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അയാൾ എവിടെത്തിയാ? ഏത് വീട്ടിലെയാ? അതൊന്നും എനിക്കറിയില്ല. എന്താ അമ്മ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? സാധാരണ നീ വന്നാൽ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാറാണ് പതിവ്. ഇന്ന് നീ അതൊന്നും ചോദിച്ചതേയില്ല. നിനക്ക് ഒത്തിരി എന്നോട് പറയാനും ഉണ്ടായിരുന്നു. നീ തനിച്ച മറ്റുള്ളവരെ കണ്ണുടച്ച് വിശ്വസിച്ചാൽ അമ്മയുടെ ജീവിതം പോലെ നിന്റെ ജീവിതവും നരകമാകും. ഒരു മടിയും കൂടാതെയല്ലേ ആ പെങ്കൊച്ച് മോൻ ഉടുപ്പെടുത്ത് കൊടുത്തത്. നിങ്ങളുടെ കണക്കൊരു സാധനം. ഇങ്ങനെയുണ്ടോ ബുദ്ധിയില്ലാത്ത മനുഷ്യര്? പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? കുറച്ച് കാശ് കൂടി ചോദിച്ചു മേടിക്കണമായിരുന്നു. നല്ല കഥ. ആ പെങ്കൊച്ചാണെങ്കിൽ വീട് എവിടെയാ, ഞാൻ കാറെ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പേരും ചോദിച്ചു. എന്നിട്ട് എല്ലാം അവളോട് പറഞ്ഞു കൊടുത്തോ? പിന്നെ പറയാതെ. ഓ എന്റെ ദൈവമേ. പക്ഷെ പറഞ്ഞതൊക്കെ കളവായിരുന്നു. ഓ ഭാഗ്യം, അത്രയെങ്കിലും ബുദ്ധി പോയല്ലോ. കാറിൽ കയറുമ്പം കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഭർത്താവാണെന്നാ തോന്നുന്നത്. എന്തായാലും നല്ല പണക്കാരാ, അത് തീർച്ച. അത്രയും വലിയ പണക്കാരാണെങ്കിൽ പിന്നെ അവരെന്തിനാ ആ ചെറിയ കടയിലോട്ട് വന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോണത്? ചോദിക്കുമ്പം അഭിരാമി ഡോക്ടർ കാശ് തരുന്നുണ്ട്. അതും വാങ്ങിച്ചോണ്ട് സുഖമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ പോരെ? പോരാ, നമ്മളും ചിലതൊക്കെ കരുതിയിരിക്കണം. അഭിരാമി ഡോക്ടർക്ക് നാളെ ചിലപ്പോൾ നമ്മുടെ സഹായം ആവശ്യമില്ല എന്ന സ്ഥിതി വന്നാലോ? ഹേ, അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. ഇവനെ വളർത്തി മിടുക്കനാക്കാനല്ലേ നമ്മളെ ഏൽപ്പിച്ചത്, അല്ലേടാ ചക്കരേ? ഒരു മനുഷ്യരെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കുന്നതാ നല്ലത്. അവനവന്റെ ആവശ്യം കഴിഞ്ഞാ പിന്നെ ആർക്കും ആരെയും ആവശ്യമില്ല. അത് മനസ്സിലാക്കിക്കോ. കമിഴ്ന്നു തുടങ്ങിയോ? അങ്ങനെ എന്നാ കളിച്ച എന്താ ഇതൊക്കെ? അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. അമ്മേ, ഇത് ഞങ്ങളുടെ പിറന്നാൾ സമ്മാനാ. പിറന്നാൾ കോടി സാധാരണ നിങ്ങൾ എന്റെ കയ്യിലേക്ക് നേരിട്ട് തരാണല്ലോ പതിവ്. ഇത്തവണ എന്തു പറ്റി? ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് വെച്ചു. അമ്മേ, ഈ സാരികൾ നോക്കിയിട്ട് ഞങ്ങൾ 3 പേരിൽ ആരാണിത് വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ മനസ്സറിയാമെങ്കിൽ അമ്മയ്ക്കത് പറയാൻ പറ്റും. അമ്മേ, ഇതൊരു കുട്ടികളി പോലത്തെ കാര്യമാണ്. എന്നാലും ഇത് ഓരോന്നും വാങ്ങിച്ചത് ആരാന്ന് കൃത്യമായിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുമ്പോ അമ്മ ഞങ്ങളുടെ ഉള്ള് അത്രയ്ക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കും മനസ്സിലാവുമല്ലോ. വെറുതെ ഒന്ന് നോക്കമ്മേ. അമ്മയ്ക്ക് പറയാൻ പറ്റും. ഇത് ഞങ്ങൾ ഒപ്പിച്ചൊരു തമാശയായിട്ട് കണ്ടാൽ മതി. നോക്കി പറയണേ.
വാങ്ങിയത് ആനന്ദല്ലേ? അതെ അമ്മേ, ഞാൻ തന്നെ അത് വാങ്ങിയത്. ഇനി അമ്മ ഒരാളുടെ പേര് കൂടി പറയണം. ആ പേര് തെറ്റിപ്പോയ ആ സാരി വാങ്ങിയ ആള് അമ്മയുടെ മകനല്ല. എന്താ നീ പറഞ്ഞത്? അമ്മയുടെ മനസ്സറിയാത്ത ആളെ എങ്ങനെയാ അമ്മയുടെ മകനെന്ന് പറയുന്നത്? അമ്മയുടെ മകനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടങ്ങളും അറിയാൻ പറ്റണമല്ലോ. അതാ വല്യേട്ടൻ ഉദ്ദേശിച്ചത്. ഇത് അരവിന്ദൻ വാങ്ങിച്ചതല്ലേ? അതെ അമ്മേ, ഇത് ഞാൻ വാങ്ങിയത് തന്നെ. അമ്മ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ 3 പേരുടെയും ഉള്ളു എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ അമ്മയാവുന്നത്? നിങ്ങൾ രണ്ടാളും വാങ്ങിയ സാരികൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അമ്മ ഈ പിറന്നാളിന് അനന്ത് വാങ്ങിയ സാരിയെ ഉടുക്കുന്നുള്ളൂ. എന്തോ ഇതിനോട് ഇത്തിരി ഇഷ്ടക്കൂടുതൽ തോന്നുന്നു അമ്മയ്ക്ക്.